വെൽക്കം ടു മൈ ചാനൽ. ഇനി നമ്മൾ പുതിയൊരു സീരീസാണ് തുടങ്ങാൻ പോകുന്നത്. അതായത് PSC ബുള്ളറ്റിനിൽ 2024 കുറച്ച് കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആനുകാലികത്തിൽ വരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഗബ്രിയേൽ ഗാർസിയ മാർക്കേസിൻ്റെ അവസാനത്തെ നോവലാണ് അൺടിൽ ഓഗസ്റ്റ്. അപ്പോൾ അൺടിൽ ഓഗസ്റ്റ് ആരുടെ നോവലാണ്, അല്ലെങ്കിൽ ആരുടെ അവസാനത്തെ നോവലാണെന്ന് ചോദിച്ചാൽ ഗബ്രിയേൽ ഗാർസിയ മാർക്കേസിൻ്റെയാണ്. 19ാമത് ചേരിചേരാ സമ്മേളനത്തിന് വേദിയാകുന്നത് കമ്പാല, ഉഗാണ്ടയാണ്. 19ാമത് ചേരിചേരാ സമ്മേളനം കമ്പാല, ഉഗാണ്ട. 2024 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യമാണ് റഷ്യ. 2024 ബ്രിക്സ് ഉച്ചകോടി റഷ്യയാണ്. 2025 G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക. 2024 ബ്രസീലായിരുന്നു. 2024 ബ്രിക്സ് ആണെങ്കിൽ റഷ്യയാണ്. 2024 G20 ബ്രസീലാണ്. 2025 G20 ആണ് ദക്ഷിണാഫ്രിക്ക. ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി തുടർച്ചയായി 4ാം തവണയും തിരഞ്ഞെടുക്കപ്പെടുകയും പിന്നീട് വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനൊടുവിൽ പദവി രാജിവെച്ച് രാജ്യം വിടേണ്ടി വരികയും ചെയ്ത നേതാവാണ് ഷെയ്ഖ് ഹസീന. 2024 ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ സ്ഥിര അംഗത്വം ലഭിച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE. ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE. UN എന്ത് വർഷമായിട്ടാണ് 2024 പ്രഖ്യാപിച്ചിട്ടുള്ളത്? അന്താരാഷ്ട്ര ഒട്ടക വർഷമായിട്ടാണ്. അപ്പോൾ ഒന്നുകൂടെ റിവൈസ് ചെയ്യുന്നു. അൺടിൽ ഓഗസ്റ്റ് ആരുടെ അവസാന നോവലാണ്? ഗബ്രിയേൽ ഗാർസിയ മാർക്കേസിൻ്റെയാണ്. 19ാമത് ചേരിചേരാ സമ്മേളനം കമ്പാല, ഉഗാണ്ട. 2024 ബ്രിക്സ് ഉച്ചകോടി ആതിഥേയത്വം വഹിച്ച രാജ്യമാണ് റഷ്യ. 2025 G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക. 2024 ബ്രസീലാണ്. ബംഗ്ലാദേശിലെ പ്രധാനമന്ത്രിയായിട്ട് തുടർച്ചയായിട്ട് 4ാം തവണ തിരഞ്ഞെടുക്കപ്പെടുകയും പിന്നീട് രാജിവെക്കുകയും ചെയ്ത നേതാവാണ് ഷെയ്ഖ് ഹസീന. 2024 ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ സ്ഥിരാംഗത്വം ലഭിച്ച രാജ്യങ്ങളാണ് ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE. UN ഏത് വർഷമായിട്ടാണ് 2024 അന്താരാഷ്ട്ര ഒട്ടക വർഷമാണ്. ഫോബ്സ് മാഗസിൻ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കറൻസിയാണ് കുവൈറ്റ് ദിനാറാണ്. കുവൈറ്റ് ദിനാറാണ് മൂല്യമേറിയ കറൻസി. 2024 ഗ്ലോബൽ ഫയർ പവർ റാങ്കിംഗ് പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യമുള്ള രാജ്യമാണ് അമേരിക്ക. ഇന്ത്യയുടെ സ്ഥാനം 4ആണ്. അപ്പോൾ ശക്തമായ സൈന്യമുള്ള രാജ്യമാണ് അമേരിക്ക. ഇന്ത്യയുടെ സ്ഥാനം 4ആണ്. ബഹിരാകാശത്തെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച വ്യക്തി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ റഷ്യൻ ബഹിരാകാശ സഞ്ചാരി ഏതെന്ന് ചോദിച്ചാൽ ഒലെഗ് കോനൻകോയാണ്. ഒലെഗ് കോനൻകോയാണ് റഷ്യൻ ബഹിരാകാശ സഞ്ചാരി. ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ 54ാമത് വാർഷിക സമ്മേളനത്തിൻ്റെ വേദിയാണ് ദാവോസ്, സ്വിറ്റ്സർലൻഡ്. അത് സ്ഥിരം വേദിയാണ്. അപ്പോൾ 54ാമത് വാർഷിക സമ്മേളനമാണ് ദാവോസിൽ നടന്നത്. കേൾവി ശക്തിയുടെ പ്രാഥമിക പരിശോധനയ്ക്കായി ലോകാരോഗ്യ സംഘടനയുടെ മൊബൈൽ ആപ്ലിക്കേഷനാണ് ഹിയർ WHO. കേൾവി ശക്തിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഹിയർ WHO. തൊഴിൽ നിയമം ലംഘിച്ചുവെന്ന കുറ്റം ചുമത്തി ബംഗ്ലാദേശ് കോടതി തടവ് ശിക്ഷ വിധിച്ച സമാധാന നൊബേൽ സമ്മാന ജേതാവാരാണ്? മുഹമ്മദ് യൂനൂസാണ്. മുഹമ്മദ് യൂനൂസ് പാവങ്ങളുടെ ബാങ്കർ എന്ന് അറിയപ്പെടുന്നു. ഫോബ്സ് മാഗസിൻ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കറൻസി കുവൈറ്റ് ദിനാറാണ്. പിന്നെ ഗ്ലോബൽ ഫയർ പവർ റാങ്കിംഗ് പ്രകാരം ശക്തമായ സൈന്യമുള്ള രാജ്യം അമേരിക്കയും ഇന്ത്യയുടെ സ്ഥാനം 4ആണ്. ബഹിരാകാശത്ത് കൂടുതൽ സമയം ചെലവഴിച്ച റഷ്യൻ ബഹിരാകാശ സഞ്ചാരിയാണ് ഒലെഗ് കോനൻകോ. സാമ്പത്തിക ഫോറത്തിൻ്റെ 54ാമത് വാർഷിക സമ്മേളനത്തിൻ്റെ വേദിയാണ് ദാവോസ്, സ്വിറ്റ്സർലൻഡ്. കേൾവി ശക്തിയുടെ പ്രാഥമിക പരിശോധനകൾക്കായിട്ട് WHOൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് ഹിയർ WHO. തൊഴിൽ നിയമം ലംഘിച്ചു എന്ന കുറ്റം ചുമത്തി ബംഗ്ലാദേശ് കോടതി തടവ് ശിക്ഷ വിധിച്ച സമാധാന നൊബേൽ സമ്മാന ജേതാവാണ് മുഹമ്മദ് യൂനൂസ്. 2024 ജനുവരിയിൽ ഇന്തോനേഷ്യയിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതമാണ് മൗണ്ട് ലെവഡോബി ലാക്കി. അപ്പോൾ ഈ മൗണ്ട് ലെവഡോബി ലാക്കി ഇന്തോനേഷ്യയിലാണ്. റെയ്ക്യാനസ് അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ച രാജ്യമാണ് ഐസ്ലാൻഡ്. ഐസ്ലാൻഡ്. ലോകത്തിലെ ഏറ്റവും അധികം ഗതാഗത കുരുക്കുള്ള നഗരമാണ് ലണ്ടൻ. ലണ്ടനിലാണ് കൂടുതൽ ഗതാഗത കുരുക്കുള്ളത്. 2023 ട്രാൻസ്പെറൻസി ഇൻ്റർനാഷണൽ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യമാണ് ഡെൻമാർക്ക്. ഇന്ത്യയുടെ സ്ഥാനം 93ആണ്. അഴിമതി കുറവ് ഡെൻമാർക്കാണ്. ഇന്ത്യയുടെ സ്ഥാനം 93ആണ്. 2023 ട്രാൻസ്പെറൻസി ഇൻ്റർനാഷണൽ റിപ്പോർട്ട് പ്രകാരം അഴിമതി കൂടുതലുള്ള രാജ്യമാണ് സൊമാലിയ. ലോകത്തെ ഏറ്റവും കൂടുതൽ ഡൗൺലോഡ് ചെയ്യപ്പെട്ട ആപ്പാണ് ഇൻസ്റ്റാഗ്രാം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഡൗൺലോഡ് ചെയ്യപ്പെട്ട ആപ്പ് ഏതാണ്? ഇൻസ്റ്റാഗ്രാമാണ്. ChatGPTക്ക് ബദലായി ഇലോൺ മസ്ക് അവതരിപ്പിച്ച പ്ലാറ്റ്ഫോമാണ് ഗ്രോക്ക്. ChatGPTക്ക് ബദലായിട്ട് ഗ്രോക്ക് വന്നു. ആദ്യമായി മനുഷ്യൻ്റെ തലച്ചോറിൽ ചിപ്പ് ഘടിപ്പിച്ച ഇലോൺ മസ്കിൻ്റെ കമ്പനിയാണ് ന്യൂറാലിങ്ക്. അപ്പോൾ ന്യൂറാലിങ്ക് ആണ് മനുഷ്യൻ്റെ തലച്ചോറിൽ ചിപ്പ് ഘടിപ്പിച്ചത്.
അപ്പോൾ ഒന്നുകൂടെ നമുക്ക് റിവൈസ് ചെയ്യാം. 2024 ജനുവരിയിൽ ഇന്തോനേഷ്യയിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതം ഏതാണ്? മൗണ്ട് ലവഡോബി ലാക്കിയാണ്. റെയ്ക്യാനസ് ഐസ്ലൻഡിലാണ്. ഏറ്റവും അധികം ഗതാഗതക്കുരുക്ക് ലണ്ടനിലാണ്. ട്രാൻസ്പെറൻസി ഇൻ്റർനാഷണൽ റിപ്പോർട്ട് പ്രകാരം അഴിമതി കുറവ് ഡെൻമാർക്കും കൂടുതൽ സൊമാലിയാണ്. 2023 ഇന്ത്യയുടെ സ്ഥാനം 93. ഏറ്റവും കൂടുതൽ ഡൗൺലോഡ് ചെയ്യപ്പെട്ട ആപ്പ് ഇൻസ്റ്റാഗ്രാമാണ്. ചാറ്റ് GPT ബദലായിട്ട് ഇലോൺ മസ്ക് അവതരിപ്പിച്ചാണ് ഗ്രോക്ക്. ആദ്യമായി മനുഷ്യൻ്റെ തലച്ചോറിൽ ചിപ്പ് ഘടിപ്പിച്ച ഇലോൺ മസ്കിൻ്റെ കമ്പനിയാണ് ന്യൂറാലിങ്ക്. ഫ്ലോറിഡയിലെ മയാമിയിൽ നിന്ന് കന്യാത്ര തുടങ്ങിയ ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പലാണ് ഐക്കൺ ഓഫ് ദ സീസ് ആണ് ഫ്ലോറിഡയിലെ മയാമിയിൽ നിന്ന് കന്യാത്ര തുടങ്ങിയ ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പൽ. ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പലായ ഐക്കൺ ഓഫ് ദ സീസിന് പേര് നൽകിയ ഫുട്ബോൾ താരമാണ് ലയണൽ മെസ്സിയാണ് അപ്പോൾ കപ്പലിന് പേര് നൽകിയത്. 2024 ലോകസുന്ദരിയെ തിരഞ്ഞെടുക്കപ്പെട്ടതാണ് ക്രിസ്റ്റീന പിസ്കോവ. ചെക്ക് റിപ്പബ്ലിക് താരമാണ് ക്രിസ്റ്റീന പിസ്കോവ. 2024 ലോകസുന്ദരി മത്സരത്തിൻ്റെ വേദി എവിടെയായിരുന്നു? ഇന്ത്യയിലായിരുന്നു അല്ലേ, മുംബൈയിലായിരുന്നു. നാറ്റോയിൽ അംഗമായ 32ാമത് രാജ്യമാണ് സ്വീഡൻ. ഇതൊക്കെ പ്രീവിയസ് ആണ്, 2024-25 ചോദിച്ചിട്ടുണ്ട്. നാറ്റോയിൽ അംഗമായ 32ാമത്തെ രാജ്യമാണ് സ്വീഡൻ. രഹസ്യ സ്വഭാവമുള്ളതും രാജ്യസുരക്ഷയെ ബാധിക്കുന്നതുമായ രേഖകൾ പരസ്യമാക്കിയ കേസിൽ 10 വർഷത്തേക്ക് കോടതി ശിക്ഷിച്ച മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയാണ് ഇമ്രാൻഖാനെയാണ് ശിക്ഷിച്ചത്. 2024 ലോക ക്ഷയരോഗ ദിനത്തിൻ്റെ പ്രമേയമാണ് യെസ് വി ക്യാൻ എൻഡ് TB. 2024 ലോക കുഷ്ഠരോഗ ദിനത്തിൻ്റെ പ്രമേയമാണ് ബീറ്റ് ലെപ്രസി എന്നത് കുഷ്ഠരോഗത്തിൻ്റെ ദിനത്തിൻ്റെ പ്രമേയമാണ്. ഫ്ലോറിഡയിലെ മയാമിയിൽ നിന്ന് കന്യാത്ര തുടങ്ങിയ ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പലാണ് ഐക്കൺ ഓഫ് ദ സീസ്. ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പലായ ഐക്കൺ ഓഫ് ദ സീസിന് പേര് നൽകിയത് ആരാണ്? ലയണൽ മെസ്സിയാണ്. ലോകസുന്ദരിയായത് 2024 ക്രിസ്റ്റീന പിസ്കോവ. ചെക്ക് റിപ്പബ്ലിക്കാണ്. വേദി മുംബൈ ആയിരുന്നു. നാറ്റോയിൽ അംഗമായ 32ാമത് രാജ്യമാണ് സ്വീഡൻ. രഹസ്യ സ്വഭാവമുള്ളതും രാജ്യസുരക്ഷയെ ബാധിക്കുന്നതുമായ രേഖകൾ പരസ്യമാക്കിയ കേസിൽ 10 വർഷത്തേക്ക് ശിക്ഷിച്ച മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയാണ് ഇമ്രാൻഖാൻ. 2024 ലോക ക്ഷയരോഗ ദിനത്തിൻ്റെ പ്രമേയമാണ് യെസ് വി ക്യാൻ എൻഡ് TB എന്നുള്ളത്. ലെപ്രസി ഡേയോ അത് കുഷ്ഠരോഗ ദിനത്തിൻ്റെ പ്രമേയമാണ് ബീറ്റ് ലെപ്രസി എന്ന് പറയുന്നത്.